ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രദീപ. ഞാനിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ട്, കാരണം മനസ്സിനൊക്കെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ ഒന്നും ചെയ്തിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം അതുപോലെ പിന്നെ ജോബിൻ്റെ വേക്കൻസിയൊക്കെ കുറവാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഈ ജോലിയുടെ വേക്കൻസിയൊക്കെ വരുന്നത് അത് ഗൾഫിൻ്റെയൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തർ വിളിക്കുന്നുണ്ടോ അന്വേഷിക്കുന്നുണ്ടോ എന്നൊന്നും അറിയുന്നില്ല. അതിൽ വിളിച്ച് അന്വേഷിച്ച് പോകുന്നവരും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അത് വിളിച്ച് ചേച്ചി എന്നൊക്കെ ഒരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ അതത്രയും നമുക്കും ഒരു ഹാപ്പിയാണ്. നമ്മളെക്കൊണ്ട് അത്രയൊക്കെ പറ്റുന്നുള്ളൂ. നമുക്കൊരു കാര്യം അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അത്ര ഇതാവുമല്ലോ. അപ്പോൾ ആരും തന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പം പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. പിന്നെ ഇന്നാണെങ്കിൽ പിന്നെ ഞങ്ങൾ വിചാരിച്ച് പിന്നെ ഒരു കൂട്ടം സാധനം ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിടാം. അപ്പം അത് ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെട്ടെ എന്ന് കരുതി ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വിശേഷം ഇതാണ്. ഞങ്ങൾ രാവിലെ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ ചായ എടുത്തപ്പോഴത്തേക്ക് ഇതുണ്ട്, നമ്മുടെ ഹൈടെക് കിച്ചണാണ്. ഓലമേഞ്ഞ അടുക്കള നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ അടുക്കളയിൽ നിന്നൊന്നും പറയാനായിട്ടില്ല കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ അടുക്കള. ഇത്രയൊക്കെ തന്നെ. രാവിലെ കഞ്ഞി വയ്ക്കാനുള്ള ഏർപ്പാടിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കൊരൻ്റെ പലയിലൊക്കെ നിങ്ങളൊക്കെ പണ്ടിരുന്ന് ചെയ്തവരൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ചിലരുടെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ കാണുമ്പം ഞാൻ കാണാറുണ്ട്, അടുക്കളയൊക്കെ ഇങ്ങനെ പഴയ കാലത്തെ രീതിയിൽ തന്നെ ചെയ്യുന്നത്. എനിക്ക് അതിൽ ഒരമ്മയുടെ ഒരടുക്കളയുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ഒരു അടുക്കള തന്നെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വേറൊരു ചേച്ചിയുടെ, അത് മലയാളിയൊന്നുമല്ല, അവരുടെ ഓപ്പണായിട്ടുള്ള ഒരു ഇതിൽ പിന്നെ അടുക്കള, അതും ഈ ഇത് വെച്ച് മണ്ണ് വെച്ച് കെട്ടി തളിച്ച് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന അടുക്കളയാണ്. കാണാൻ തന്നെ നല്ല രസമാണ്. ആ ചേച്ചി ഓരോ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫ്രോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ആ ചേച്ചി ഈ നാട്ടുകാരിയെല്ലാം. അവരുടെ സംസാരം കേട്ടിട്ട് ഇലങ്കൈ തമിഴും കൂടെ കലർന്ന, ഇലങ്കൈ അറിയത്തില്ലേ, അവിടുത്തെ ഒരിതാണ്. ഗ്രാമത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗ്രാമം സൈഡിലുള്ള അവരുടെ കുക്കിങ്, അവരുടെ വീഡിയോസൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ആ സ്ഥലങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ ആ സ്ഥലങ്ങൾ ശ്രദ്ധിക്കും. നല്ല ഭംഗിയായിട്ടൊക്കെ അവർ വീഡിയോ എടുത്തിരിക്കുന്നത്. കണ്ണിൽ പുകയടിക്കുന്നോടി. നാണുണ്ടോ ചെയ്യാനാ? എൻ്റെ പൊന്നെ, അമ്മേൻ്റെ തമ്പിട് പൊത്താണ്. അയ്യോ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ടാറ്റാ. ഹായ് ഹായ്. ഒരു പ്ലെയിൻ കിസ് കൊടുത്താട്ടെ. ഒരു പ്ലെയിൻ കിസ് കൊടു. ടാറ്റാ. ഒരു പ്ലെയിൻ കിസ് കൊടു. ഒരു പ്ലെയിൻ കിസ് കൊടു. എങ്ങനെ കൊടുക്കുന്നു? എൻ്റെ പൊന്നിനെ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ ഭാവിക്ക് എല്ലാവരും ഒരു ഹായ് പറയാമോ? തപ്പുകൊട്ടെ, എല്ലാവരും തപ്പുകൊട്ടെ. തപ്പുകൊട്ടെ, നീ തപ്പുകൊട്ടെ. പാപ്പ എന്തിനാ തപ്പുകൊട്ടെ? തപ്പുകൊട്ടെ. എൻ്റെ കുട്ടിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.